السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം കൂടലും പെരിയലും അവന്റെ പൊരുത്തത്തിലാക്കി തീർക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒരുപാട് രോഗങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഒരു സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. രോഗമുള്ളവർക്ക് കാമിലായ ആജിലായ ശിഫ അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാൻ ഓരോരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് സലാം പറഞ്ഞ് കടന്നു പോവുകയാണ്. ഈ വിശുദ്ധമായ റമളാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നത് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലൂടെ ജീവിതം ചെലവഴിക്കാനുമാണ്. എല്ലാം പടച്ച റബ്ബിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ എന്നൊരാളെ കുറിച്ച് പറയും. ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും, ഏത് ഇടങ്ങേറുകൾ വരുമ്പോഴും എല്ലാം എൻ്റെ അല്ലാഹുവിൽ നിന്നാണ്. എന്ത് സന്തോഷങ്ങൾ വരികയാണെങ്കിലും എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിലേക്ക് ഒരാൾ കയറി വന്നു. ഒരു സ്വഹാബി കയറി വന്നു. ആ സ്വഹാബിയോട് ആരംഭപ്പൂവായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ വർത്താനം? അയാൾ പറഞ്ഞു അൽഹംദുലില്ലാ. അയാൾക്ക് വേണ്ടി മുത്ത് ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുവേ നീ ബർക്കത്ത് കൊടുക്കണേ. രണ്ടാമത്തെ ആൾ കയറി വന്നു. അയാളോട് ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ വർത്താനം? അപ്പൊ അയാള് അൽഹംദുലില്ലാ പറഞ്ഞില്ല. അൽഹംദുലില്ലാ എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തില്ല. സ്വഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആദ്യം നിങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു, രണ്ടാമത് വന്ന മനുഷ്യനിക്ക് നിങ്ങൾ ദുആ ചെയ്തില്ല യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം. എത്ര വലിയ സങ്കടങ്ങൾ നമ്മുടെ കൽബിലുണ്ടെങ്കിലും, ഏത് പ്രതിസന്ധി നമ്മുടെ കൽബിലുണ്ടെങ്കിലും നമ്മൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലാഹു കണക്കാക്കിയതുപോലെ കണ്ട പാടത്ത് കൃഷിപണി ചെയ്ത് പച്ച അരപ്പട്ടയും കള്ളിത്തുണിയും ബനിയനും ധരിച്ച് മുണ്ട് തലയിൽ കെട്ടുന്ന ഒരു കൃഷിപ്പണിക്കാരനോട് എന്തൊക്കെ വർത്താനെന്ന് ചോദിച്ചാൽ ആ തേമ്പുള്ള കൈ പിടിച്ചിട്ട് അദ്ദേഹം പറയും അൽഹംദുലില്ലാ. അത് അന്നത്തെ ഒരു ഈമാനാണ്. ഒരു ആലിം ഇങ്ങനെ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ഒതുക്കം, അദ്ദേഹം ഒരു മൂലയിലേക്ക് മാറും. അതിന്റെ പേരാണ് ഈമാൻ. എന്തേ കാരണം? അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ടാണ് അവൻ ആലിമീങ്ങളെ പേടിക്കുന്നത്.
അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ടാണ് അവൻ പള്ളിയെ ബഹുമാനിക്കുന്നത്. അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുന്നത്. ആദ്യവും അവസാനവുമായി നമുക്ക് വേണ്ടത് അല്ലാഹ് എന്നുള്ള ചിന്തയാണ്. അല്ലാഹ് എന്ന് പറയുന്ന ചിന്ത നമ്മുടെ ഖൽബിലേക്ക് കയറി വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നമുക്ക് സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷങ്ങൾ വരുമ്പോഴും നാം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് എല്ലാവരോടും പറഞ്ഞിരുന്ന വാക്കേതാണ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് വല്ലാത്തൊരു വാക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് ഓരോരോ ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം വല്ലതും നേടിയെടുത്തോ എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെ ഹൃദയത്തിനോട്, നമ്മുടെ ശരീരത്തിനോട് നമ്മളൊന്ന് ചോദിക്കണം. അതിൻ്റെ ഉത്തരം നമുക്ക് പരിപൂർണമായ തൃപ്തിയാണെങ്കിൽ റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ വിശുദ്ധമായ റമളാനിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യേണ്ട അമൽ എന്താണ്? ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവർത്തിക്കേണ്ട അമൽ എന്താണ് എന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒന്നാമതായി നമ്മുടെ നിയ്യത്ത് ശരിയാവണം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഖൽബിൽ നിയ്യത്ത് ഉണ്ടാവണം. റമളാൻ പ്രത്യേകിച്ച്, പടച്ചോനെ ഞാൻ തെറ്റിലേക്കില്ല, നിയ്യത്ത് ശരിയാക്കി. കാരണം ഞാൻ നോമ്പ് എന്ന നിയ്യത്ത് എൻ്റെ ഖൽബിൽ, എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. റമളാനാണ്, ഞാനില്ല. ഒരു ഉമ്മ റമളാൻ മാസം മാത്രം നന്നായി, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ റമളാനിൽ മാത്രം തൊപ്പിയിട്ടു, റമളാനിൽ മാത്രമാണ് പള്ളിയിലേക്ക് പോയി. റമളാൻ ആയിക്കഴിഞ്ഞാൽ അവന്റെ തലയിൽ തൊപ്പി ഉണ്ടാകും, അവൻ പള്ളിയിലേക്കുണ്ടാകും, അവനക്കൊരു അച്ചടക്കുണ്ടാകും. റമളാൻ അല്ലാത്ത സമയത്ത് വലിയ ദേഷ്യക്കാരനാണ് എന്ന് ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവൻ ബഹുമാനിച്ചത് റമളാനിനെയാണ്. റമളാൻ എന്ന് പറയുന്ന മാസത്തെ ബഹുമാനിച്ച കാരണത്താൽ ഒരൊറ്റ നിമിഷം മതി അല്ലാഹു എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കാൻ, മാപ്പ് നൽകാൻ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിനെ സ്നേഹിച്ചാൽ, ആ പുണ്യകരമായ മാസം നമ്മൾ സ്നേഹിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമളാന് വരുമ്പോൾ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാൽ നമ്മളെ കയ്യിൽ ഖുർആനാണ്, നമ്മുടെ ഹൃദയത്തിൽ ഖുർആനാ, നമ്മളെ കണ്ണിൽ ഖുർആനാണ്, ഖൽബിൽ ഖുർആനാണ്. നടത്തത്തിലും ഇരുത്തത്തിലും എല്ലായിടത്തും ഖുർആനായാൽ പടച്ച റബ്ബേ, ഈ വിശുദ്ധമായ റമളാൻ നിയ്യത്ത് ശരിയായി, നമ്മുടെ നിയ്യത്ത് ക്ലിയറായി. ഉമ്മമാരെ, വിശുദ്ധമായ റമളാൻ ഖുർആനുമായി ബന്ധപ്പെടണം. ഖുർആനുമായിട്ട് വിശുദ്ധമായ റമളാനിൽ നാം തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വിശുദ്ധമായ റമളാനിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അഅമാലുകള്, ദിക്റുകള്, സ്വലാത്തുകള്, തസ്ബീഹുകള്, അതുപോലെ രാത്രിയുള്ള നിസ്കാരങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. രാത്രിയിലുള്ള നിസ്കാരങ്ങൾ, തറാവീഹ് നിസ്കാരങ്ങൾ, അതുപോലെ സുന്നത്തുകൾ,
അതുപോലുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെ രാത്രി ഇങ്ങനെ ദായിമായി നമ്മളിങ്ങനെ നിലനിർത്തി പോന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് റമളാനാണ്. റയ്യാൻ എന്ന് പറയുന്ന കവാടം നമ്മുടെ മുമ്പിൽ മലർക്കേ തുറക്കപ്പെടും. ആ ഒരു ചിന്ത നമ്മുടെ കൽബിൽ കടന്നുകൂടണം. ആ നീയത്തുകൾ ശരിയായി അമലുകൾ ചിട്ടപ്പെടുത്തിയ അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ കഥ നമ്മൾ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ദുനിയാവ് ആഗ്രഹിച്ചവരല്ല, അവരെല്ലാം ആഖിറത്തിന്റെ ചിന്തയുള്ളവരായിരുന്നു. അള്ളാന്റെ ഹബീബിന്റെ ചാരത്തിരിക്കാൻ കൊതിച്ച സ്വഹാബത്ത്, അള്ളാന്റെ ഹബീബിന്റെ മുഖം കാണാൻ ആഗ്രഹിച്ച സ്വഹാബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോകാൻ ആഗ്രഹിച്ച സ്വഹാബത്ത്, അള്ളാന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് പോയിട്ട് റബ്ബേ എൻ്റെ കടിയിലൊന്നുമില്ല യാ റസൂലല്ലാഹ്, ഞാൻ ധരിച്ച വസ്ത്രം ഞാൻ പാവങ്ങൾക്ക് ധർമ്മം ചെയ്യുന്നു യാ ഹബീബേ എന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബിനോട് സ്വർഗം ചോദിച്ച സ്വഹാബത്ത് നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ത് പറഞ്ഞിട്ടാ അള്ളാന്റെ ഹബീബിനോട്, അള്ളാനോട് നമ്മൾ സ്വർഗം ചോദിക്കുക? ഒന്നുമില്ല നമ്മളെ കയ്യിലൊന്നുമില്ല. എന്തെങ്കിലും ഒരു നന്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര കാലം വരെ ജീവിച്ചു? 63 വയസ്സ് വരെ. എത്ര കാലം വരെ ജീവിച്ചു? 50 വയസ്സ് വരെ. ഈ ദുനിയാവിൽ എന്താ ചെയ്തത്? കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. മോനെ, ഒരു വിദേശ യാത്രക്കാരനെ പോലെയാണ് നീ മടങ്ങണം. നിന്റെ കാലം അവസാനിച്ചു പോയാൽ, നിന്റെ സമയം അവസാനിച്ചു പോയാൽ, അല്ലാഹുവിന്റെ ദുനിയാവ് കഴിഞ്ഞാൽ ആഖിറമെന്ന് പറയുന്ന ലോകമുണ്ട്. ആ ലോകത്തേക്ക് മടങ്ങേണ്ടവരാണ്. ഒരു വഴിയാത്രക്കാരനാണ്. ഒരു ബസ് സ്റ്റോപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുത്തെ ബസ് വന്നു, അയാൾ കയറിപ്പോയി. വീണ്ടും ആളുകൾ ആ ബസ് സ്റ്റോപ്പിൽ വരുന്നു, അയാളുടെ ബസ് വരുമ്പോൾ അയാൾ കയറിപ്പോകുന്നു. അത്രയുള്ളൂ നമ്മുടെ ഈ ദുനിയാവ്. ഇന്നെത്ര വയസ്സ്? 40. ഇന്നെത്ര വയസ്സ്? 45. കൊല്ലങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ നമ്മുടെ ആയുസ് ഇങ്ങനെ പുറകിലേക്ക് ഓടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാനെ പേടിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കാൻ, അതുപോലെ അമലുകൾ നിർവഹിക്കാൻ, അതുപോലെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും നിർവഹിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്വഹാബി ഉണ്ടായിരുന്നു മദീനത്ത്. ആ സ്വഹാബിയുടെ തടി ഇങ്ങനെ കുറയാൻ തുടങ്ങി. ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് തടി കുറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഷുഗർ ഉണ്ടോ എന്ന്. ആ മനുഷ്യന്റെ ശരീരം ഇങ്ങനെ കുറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ മസ്ജിദുൻ നബവിയിൽ ചർച്ചയായി, ആ മനുഷ്യന്റെ തടി ഇങ്ങനെ കുറയുന്നുണ്ടല്ലോ. ആരാണ് ആ മനുഷ്യൻ എന്നറിയുമോ? മഹാനായ സൗബാൻ തങ്ങളാണ്. സൗബാൻ തങ്ങളുടെ ശരീരം ഇങ്ങനെ മെലിയുകയാണ്. എന്തേ കാരണമെന്ന് ആരംഭപ്പൂവായ മുത്തുളി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ സൗബാൻ തങ്ങൾ പൊട്ടിക്കരയുന്നു. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, വല്ലാത്ത ടെൻഷനാണ് യാ റസൂലല്ലാഹ്. ഞാൻ ഭക്ഷണം കഴിക്കാറില്ല യാ റസൂലല്ലാഹ്. ഞാൻ വീട്ടിൽ സുഖമായി ഉറങ്ങാറില്ല യാ റസൂലല്ലാഹ്. ഞാൻ തമാശ പറയാറില്ല യാ റസൂലല്ലാഹ്. കളിയിൽ ഞാൻ ഏർപ്പെടാറില്ല യാ റസൂലല്ലാഹ്. ഞാൻ വല്ലാത്ത ടെൻഷനാണ് മുത്തുനബിയേ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എന്താണ് സൗബാൻ തങ്ങളെ നിങ്ങൾക്കുള്ള പ്രയാസം?
നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്, നിങ്ങൾക്കുള്ള സങ്കടം എന്താ? ആ സമയത്ത് മഹാനായ സൗബാൻ തങ്ങൾ പറയുന്നു, മുത്തുനബിയേ, അങ്ങയെ കാണാൻ ഞാൻ മസ്ജിദുൻ നബവിയിലേക്ക് ഓടി വരും. അങ്ങയുടെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് യാ റസൂലല്ലാഹ്. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോ അങ്ങയെ കാണണമെന്ന് ഏത് നട്ടപ്പാതിരേക്കും ഞാൻ ചിന്തിക്കുമ്പോൾ ഈ മസ്ജിദുൻ നബവിയിലേക്കൊന്ന് കയറി വന്നാൽ, ഈ പള്ളിയിലേക്കൊന്ന് കയറി വന്നാൽ അങ്ങ് നിസ്കാരത്തിലാകും, അങ്ങ് ദുആയിലാകും, അങ്ങ് ക്ലാസ്സിലാകും. അങ്ങയെ കണ്ടാൽ എനിക്ക് സമാധാനമാണ് യാ റസൂലല്ലാഹ്. മുത്ത് ഹബീബിനെ കാണാൻ കൊതിച്ച സ്വഹാബത്ത്. എന്നിട്ട് ആ സ്വഹാബി പറഞ്ഞവസാനിപ്പിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, നാളെ ആഖിറ ലോകത്ത് അങ്ങ് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ഈ പാവപ്പെട്ട സൗബാൻ തങ്ങൾ ഏതെങ്കിലും രൂപത്തിലെങ്ങാനും സ്വർഗത്തിൽ കടന്നാൽ ഞാൻ ഏറ്റവും താഴെ തട്ടിലാകും. അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുകളിലെ തട്ടിലാകും. എനിക്ക് അല്ലാഹുവിൻ്റെ ഹബീബിനെ കാണാൻ കഴിയില്ലല്ലോ, റസൂലുള്ളാഹി തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ കരഞ്ഞിട്ട് ടെൻഷനായി എൻ്റെ തടി കുറഞ്ഞു പോയി യാ റസൂലല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാ തടി കുറഞ്ഞത്? അതാണ് ദീന്. അല്ലാഹുവിന്റെ ഹബീബിനെ അവർ സ്നേഹിച്ചത് എന്തുകൊണ്ടാണ്? ഈമാൻ ഖൽബിലുള്ളത് കൊണ്ടാണ്. ആ സമയത്തതാ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് നിൽക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ وحسن أولئك رفيقا. ഇത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വഹിയിറങ്ങി. മഹാനായ സൗബാൻ തങ്ങൾ സ്നേഹിച്ചതാരെയാണ്? അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു പോയാൽ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ, ഉലമാക്കളെ, അരിഫീങ്ങളെ അങ്ങ് സ്നേഹിച്ചു പോയാൽ അവരോടുകൂടെ സ്വർഗത്തിലാ. അല്ലാഹുവേ, ഈ പാവപ്പെട്ട സാധുവായ വീട്ടിന്റെ കത്തളങ്ങളിൽ നിന്ന് ഈ വോയിസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുത്ത് ഹബീബിനോടുകൂടെ സ്വർഗത്തിലൊന്ന് കടക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് നമ്മുടെ ഖൽബ് നന്നായി അല്ലാഹുവിലേക്ക് അടുക്കാൻ ഈ വിശുദ്ധമായ റമളാൻ നമ്മൾ മാറ്റിവെക്കണേ എന്ന് അവസാനമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. പ്രവാസ ലോകത്തിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്. ഞാൻ എൻ്റെ ബിൽഡിംഗ് കുലുങ്ങുകയാണ്, അതുപോലെ കത്തി അമരുകയാണ്, അതുപോലെ മിസൈലിൻ്റെ ശബ്ദങ്ങൾ വരികയാണ്, തങ്ങളെ ഞങ്ങളെ മജ്ലിസുകളിലൊക്കെ ദുആ ഇറക്കണം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ബദ്രീങ്ങൾ ആണ്ട് വരികയാണ്, രാവുകൾ വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ആത്മാർത്ഥമായി നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا ودود يا ودود يا ودود يا ودود يا الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. പടച്ചവനെ അമ്പിയാക്കള് ഔലിയാക്കള് സലഫ് സ്വാലിഹീങ്ങള് ആബിദീങ്ങള് മുസന്നിഫീങ്ങള് മുഫസ്സിരീങ്ങള് മുഅ്മിനുകള് മുഅ്മിനാത്തുകളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മുഅ്മിനായി മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചോനെ ഈ വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഉമ്മമാരടുക്കള പണിയിലാണ്, അല്ലെങ്കിൽ നിസ്കാര ശേഷമാണ്, അല്ലെങ്കിൽ നിസ്കാരപ്പായിലാണ്, അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലിയിട്ടിരിക്കുന്ന സമയത്താണ്. ഒരുപാട് പ്രവാസികൾ കേൾക്കുന്നു, ഒരുപാട് ഉമ്മമാര് രക്ഷിതാക്കൾ യുവാക്കൾ കേൾക്കുന്നു. അല്ലാഹ് പടച്ചവനെ എൻ്റെ ദുആക്ക് ആമീൻ പറയുന്നവരെ കുഴക്കല്ലേ അല്ലാഹ്, കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്, പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ ഈമാനും തഖ്വയും ഇഖ്ലാസും വറഉം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞങ്ങളെ നിസ്കാര കർമ്മങ്ങളിൽ അല്ലാഹുവിൻ്റെ കാവല് നൽകണം അല്ലാഹ്. ആഫത്ത് ബലാഗ് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാത്തോളണം അല്ലാഹ്. പടച്ചോനെ ഞങ്ങളെ നടത്തം ഇബാദത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെ പിടുത്തം ഇതാ ഇബാദത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെ സംസാരം ഇബാദത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെ ശ്വാസങ്ങൾ ഇബാദത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെ നോട്ടങ്ങൾ ഇബാദത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെ ചിന്തകൾ ഇബാദത്തിലാക്കണം അല്ലാഹ്. ഈ വിശുദ്ധമായ റമളാൻ ഖൈറിൽ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്, പെടുത്തണം അല്ലാഹ്. പടച്ചോനെ അല്ലാഹുവേ മാരകമായ രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, ലക്ഷക്കണക്കിന് പണം പൊടിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗം തന്ന് ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ വേദനയുള്ളവർ ആത്മാർത്ഥമായി ആമീൻ പറയുന്നു. കാല് വേദനയുള്ളവരുണ്ട്, കാലിൻ്റെ മുട്ടുവേദനയുള്ളവരുണ്ട്, ഊരൻ്റെ ഡിസ്കിന് തകരാറുള്ളവരുണ്ട്, മൈഗ്രീൻ പോലുള്ള തലവേദനയുള്ളവരുണ്ട്, കണ്ണിൻ്റെ കാഴ്ച മങ്ങി വരുന്നവരുണ്ട്, കേൾവി കുറഞ്ഞു വരുന്നവരുണ്ട്, സംസാരത്തിന് പ്രയാസങ്ങളുള്ളവരുണ്ട്, ശ്വാസം മുട്ടൽ തകരാറുണ്ട്, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പുണ്ണിൻ്റെ അസുഖങ്ങളുണ്ട്, കല്ലിൻ്റെ അസുഖങ്ങളുണ്ട്, ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഹോർമോണിൻ്റെ തകരാറുണ്ട്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്. അല്ലാഹ് ഉള്ളവൻ്റെ മനസ്സ് പിടഞ്ഞ് ആമീൻ പറയുന്നു. റബ്ബേ പരിപൂർണമായ ശിവ നൽകണം അല്ലാഹ്. കാമിലായ അജിലായ ശിവ നൽകണം അല്ലാഹ്. പടച്ചവനെ ഉമ്മ മരണപ്പെട്ടവർ ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉപ്പ മരണപ്പെട്ടവരുണ്ട്, ഭർത്താവ് മരണപ്പെട്ടവരുണ്ട്, ഭാര്യ മരണപ്പെട്ടവരുണ്ട്, മക്കൾ മരണപ്പെട്ടവരുണ്ട്, ശിഷ്യന്മാര് മരണപ്പെട്ടവരുണ്ട്, കുടുംബക്കാര്, ബന്ധുക്കൾ, കൂട്ടുകാര്, സുഹൃത്തുക്കൾ, പേരമക്കൾ പലവരും പള്ളിപ്പറമ്പിലാ. പുറത്തു കൊടുക്കണം അല്ലാഹ്. അവരെ ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കണം അല്ലാഹ്. പടച്ചവനെ ആഖിറ വിജയം നൽകണം അല്ലാഹ്. നരകം ഹറാമാക്കണം അല്ലാഹ്. സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം നടക്കുമ്പോൾ അതിലൊന്ന് കൂടാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ്
നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.